ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി മാന്തൽ വറ്റിച്ച കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ മാന്തൽ എടുക്കണം. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലി കളയാൻ ഇത്തിരി പ്രയാസമാണെങ്കിൽ രുചിയുടെ കാര്യത്തിൽ കേമനാണ് കേട്ടോ. മാന്തൽ വറ്റിക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അത് ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ മൺചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് 3 തക്കാളി നമുക്കിത് ചേർത്ത് കൊടുക്കണം, കട്ട് ചെയ്തിട്ട്. രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചേർത്തെടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേണ്ടത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചേർക്കേണ്ടത് പൊടിച്ച് കുരുമുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയ്ക്ക് ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ കൈക്ക് വൃത്തിയാക്കിയ മാന്തൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ തക്കാളിയുടെ പുളി മാത്രമല്ല ഉണ്ടാവുക. അപ്പോൾ 2 ടേബിൾ സ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ കേട്ടോ, വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രുചിയോറും കൊതിയോറും മാന്തൽ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് പിന്നെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.